Hi, welcome to Sense of School of Life Sciences. Today we are going to discuss the concepts of MSY and MEY. അപ്പോൾ MSYനെയും MEYനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. MSY എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്നാണ്. MEY എന്ന് പറഞ്ഞാൽ മാക്സിമം എക്കണോമിക് ഈൽഡ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഫിഷ് സ്റ്റോക്ക് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്ത് വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ MSY എന്താണെന്ന് വെച്ചാൽ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ്, അതായത് സസ്റ്റൈനബിൾ ആയിട്ട് മാക്സിമം ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹൈയസ്റ്റ് പോസിബിൾ ക്യാച്ച്. നമുക്ക് ഒരു ഫിഷിന്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ ആവാതെ എത്രത്തോളം മാക്സിമം അവരെ ഹാർവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ Y ആക്സിസ് തന്നിട്ടുള്ളത് സസ്റ്റൈനബിൾ ക്യാച്ചും, X ആക്സിസ് തന്നിട്ടുള്ളത് ഫിഷിംഗ് എഫേർട്ടുമാണ്. അതായത് എത്ര ബോട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഫിഷിംഗ് ഫ്ലീറ്റ്സ് നമ്മൾ എത്ര യൂസ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ദിവസം നമ്മൾ എന്ത് ചെയ്തു ഫിഷിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതാണ് ഈ ഫിഷിംഗ് എഫേർട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രാഫ് നോക്കിയാൽ അറിയാം, ഇതിന് ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ്? ഇവിടെയാണ്. ഈ റെഡിൽ ഞാൻ മാർക്ക് ചെയ്ത ഈ പോയിന്റ് ആണ് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു ഈൽഡ് കിട്ടിയ പോയിന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഈ ഹൈയസ്റ്റ് ഈൽഡ് കിട്ടുന്നതിന്റെ ഇങ്ങോട്ടേക്കാണെങ്കിൽ എഫേർട്ട് കുറവാണ്, അല്ലെ? എഫേർട്ട് വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ക്യാച്ച് എന്താണ്? കുറവാണ്. അതായത് എഫേർട്ടും കുറവാണ്, ക്യാച്ചും കുറവാണ്. അതായത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിന്റെ മെജോറിറ്റി നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമേ ക്യാപ്ചർ ചെയ്തുള്ളൂ. അതിന് നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഗ്രാഫിന്റെ മെജോറിറ്റിയിലേക്ക് എത്തി. അതായത് നമ്മൾ ഒപ്റ്റിമൽ സോൺ ഓഫ് ഒപ്റ്റിമൽ എഫേർട്ട്, അതായത് നമ്മൾ മാക്സിമം എഫേർട്ട്, അല്ലെങ്കിൽ മാക്സിമം എഫേർട്ട് എന്നല്ല, ഒപ്റ്റിമൽ ആയിട്ട് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മളുടെ അവിടെ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹൈയസ്റ്റ് ക്യാച്ച് കിട്ടി, അല്ലെ? ഹൈയസ്റ്റ് ക്യാച്ച് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ക്യാച്ചിന് ഇപ്പുറത്തേക്ക്, അതായത് ഈ ഒരു ഹൈയസ്റ്റ് വാല്യൂ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എഫേർട്ട് ഇടുകയാണ്. വീണ്ടും നമ്മൾ എഫേർട്ട് ഇടുകയാണ്. അങ്ങനെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ക്യാച്ച് കൂടിയിട്ടുണ്ടോ? ഇല്ല. കുറഞ്ഞ് എന്തായി? സീറോയിലേക്ക് കുറഞ്ഞു വന്നു, അല്ലെ? ഡിക്ലൈൻ ചെയ്ത് വന്നു. അപ്പോ നമുക്ക് മനസ്സിലാവുന്നു, ഇത് നോക്കുമ്പോൾ മനസ്സിലാവും എന്താ? മാക്സിമം ഈൽഡ് അല്ലെങ്കിൽ മാക്സിമം ക്യാച്ച് കിട്ടുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്, അല്ലെ? അപ്പൊ ആ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് MSY എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. അപ്പൊ നമ്മൾ ഒപ്റ്റിമൽ എഫേർട്ടും അതുപോലെ ഒപ്റ്റിമൽ എഫേർട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? മാക്സിമം നമ്മളെ ക്യാച്ച് ചെയ്തു. ഇതിനപ്പുറം നമ്മൾ ക്യാച്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? അതായത് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും, നമ്മളിവിടെ മാക്സിമം നമ്മൾ ക്യാച്ച് ചെയ്തു, കുറച്ച് ഫിഷസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്കിന് നിലനിർത്തുന്നുണ്ട്, അല്ലെ? എന്തിനാണ്? ഈ സ്റ്റോക്കിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ക്യാപ്ചർ ചെയ്ത ആ ഒരു എമൗണ്ട് ഓഫ് ഫിഷിനെ റിപ്ലനിഷ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ റിക്രൂട്ട് ബാക്ക് ദ ഹാർവെസ്റ്റഡ് എമൗണ്ട് ഓഫ് ഫിഷസ്. സോ അതിനെ നമ്മൾ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനപ്പുറം നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓവർ ഫിഷിംഗ് സംഭവിക്കും, അല്ലെ? അതായത് ഇവിടെ നമുക്ക് ഈ ഒരു പോപ്പുലേഷനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് ഫിഷസ് ഇവിടെ ഇല്ല. സോ ഇവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യും. ഇപ്പൊ വരും വർഷങ്ങളിൽ നമുക്ക് ഈൽഡ് ഭയങ്കരമായിട്ട് കുറയും. സോ സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ക്യാച്ച് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് ആൻഡ് ഗ്രോത്ത് ഓവർ ഫിഷിംഗ്, ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വളരെ കുറഞ്ഞ സ്റ്റോക്ക് അല്ലെങ്കിൽ അഡൽട്ട് ഫിഷസ് കുറഞ്ഞ സമയത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ നിന്നാൽ, ഒരുപാട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിക്രൂട്ട് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി, അല്ലെങ്കിൽ അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഷസിന്റെ അളവ് പിന്നെയും കുറയും, അല്ലെ? ആദ്യമേ സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഹാർവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ കൂടെ ഉണ്ടാക്കാനുള്ള ഫിഷസിന്റെ എണ്ണവും കുറയും.
അപ്പൊ എന്ത് പറ്റും? ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇവരുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യും? ഡിക്ലൈനിലേക്ക് പോകും. ഇതാണ് റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷ്. അതായത് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നതിലും അധികം നമ്മൾ ഓവർ ഫിഷ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും? റിപ്ലനിഷ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കുറയും. അതായത് ഈ പോയ അത്രയും ആൾക്കാരെ തിരിച്ച് എന്താ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കുറയുകയും ഇവരുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യും. ഇനി ഗ്രോത്ത് ഓവർ ഫിഷിംഗ്. ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്താണ്? അതായത് ഒരു പർട്ടിക്കുലർ ഏജ് എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യും. ഓക്കെ. അതായത് ഒരു ഫിഷ് മെച്യൂരിറ്റിയിലേക്ക് എത്തി. അതിന് എന്ത് ചെയ്യാം? ഇനി ബ്രീഡ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിന് എന്താ പുതിയ തലമുറ പോപ്പുലേഷനെ ഉണ്ടാക്കാൻ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് ഒരു ഫിഷ് എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിന് ഒരു തവണ അല്ലാതെ ഒരു തവണ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷസ് ഉണ്ട്. ഇനി പലതവണ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സീസണൽ ബ്രീഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആനുവൽ ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ അവർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവരെ എന്ത് ചെയ്യുന്നു? നേരത്തെ തന്നെ ക്യാപ്ചർ ചെയ്യും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാക്സിമം ഈൽഡിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ഫിഷ് ചെയ്യുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ഏജിലേക്ക് എത്തുന്നതിന് മുന്നേ ഫിഷ് ചെയ്യുന്നു. അതാണ് ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അവരൊരു പർട്ടിക്കുലർ സൈസിലേക്ക് എത്തുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് എന്താ പോപ്പുലേഷന് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നതിന് അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഓവർ ഫിഷിംഗ് ആണ് ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് ആയാലും ഗ്രോത്ത് ഓവർ ഫിഷിംഗ് ആയാലും എന്തിലേക്ക് ലീഡ് ചെയ്യും? ഫിഷിന്റെ പോപ്പുലേഷൻ ഡിക്ലൈനിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ. ഇനി മറ്റൊരു എക്സ്ട്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സസീവ്ലി ലാർജ് ആണ്. അതായത് നല്ല സ്റ്റോക്ക് ഉള്ള ഫിഷ്, അതായത് അതിന്റെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ഇവരുടെ കോമ്പറ്റീഷൻ, ഓക്കെ, ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെ കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കാം? ഫുഡിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോൾ ഇവരുടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്യാം. ഓക്കെ. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഫുഡ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഫിഷ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫിഷിനെ മാത്രമേ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിന് എന്ത് ചെയ്യുള്ളൂ? സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു എന്താ ആ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റി ആണ് നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി പറയുന്നത്. ക്യാരിങ് കപ്പാസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, അതിന് എത്തിക്കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ഒരു എന്താണ് പിന്നെ ഒരു സഡൻ ഇൻക്രീസ് ഒന്നും കാണില്ല പോപ്പുലേഷനിൽ. ഓക്കെ. അതൊരു സസ്റ്റൈനബിൾ ലെവലിലേക്ക് അല്ലെങ്കിൽ അതൊരു ലെവലിലേക്ക് ഇങ്ങനെ അതിനെയാണ് നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ക്യാരിങ് കപ്പാസിറ്റിയുടെ താഴെയാണ് പോപ്പുലേഷൻ നിൽക്കുന്നതെങ്കിൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്ത് ക്യാരിങ് കപ്പാസിറ്റിയിലേക്ക് എത്താൻ ശ്രമിക്കും. ഇനി ക്യാരിങ് കപ്പാസിറ്റിയുടെ മേലെ അതിന് ഒരുപാട് പോപ്പുലേഷൻ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്ത് ക്യാരിങ് കപ്പാസിറ്റിയിലേക്ക് എത്താൻ നോക്കും. ഇതാണ് ഒരു പൊതുവേ ഉള്ള ഒരു സിനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സസീവ്ലി ലാർജ് സ്റ്റോക്ക് ആണെങ്കിലും ഇവരുടെ കോമ്പറ്റീഷൻ ഒക്കെ കാരണം എന്ത് ചെയ്യും? പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു എന്താണ് സ്റ്റോക്ക് കുറവുള്ള അല്ലെങ്കിൽ ടു ലെസ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ടു ലിറ്റിൽ കണ്ടീഷനോ അല്ലെങ്കിൽ ടു മച്ച് എന്നുള്ള കണ്ടീഷനോ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലെവലാണ് നമ്മൾ ഈ MSY എന്ന് പറയും, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ്. അപ്പൊ ഈ ഇടയ്ക്കുള്ള ഒരു സൈസ് ഓഫ് സ്റ്റോക്ക് സൈസിന് എന്ത് ചെയ്യാൻ പറ്റും? സസ്റ്റൈനബിൾ ആയിട്ട് അവർ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു എമൗണ്ട് MSY, അതായത് മാക്സിമം നമ്മൾ ക്യാച്ച് ചെയ്താലും ബാക്കി ഇവരുടെ റിമൈനിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ റിമൂവ് ചെയ്ത അത്രയിനെ റിപ്ലനിഷ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിക്രൂട്ട് ബാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് വാല്യൂ ഒന്നും അറിയില്ല അല്ലേ? നമ്മുടെ ഓഷ്യനിൽ എത്ര ടൺ ഫിഷ് അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷൻ എത്രയാണെന്നൊന്നും കറക്റ്റ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പം അവരുടെ സ്റ്റോക്ക് ഡിക്ലൈനിങ് ആവാം അല്ലെങ്കിൽ കൂടാം. അങ്ങനെ പല കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു MSYയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വേണ്ട ഒരു ബയോമാസ് ഓഫ് ഫിഷസ് ഉണ്ട്. അതായത് അത്രയും പോയി കഴിഞ്ഞാലും ബാക്കി ഈ പോയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് ബയോമാസ് ഓഫ് ഫിഷസ് ആവശ്യമാണ്. ആ ഒരു ബയോമാസിനെയാണ് നമ്മൾ BMSY എന്ന് പറയുന്നത്. ബയോമാസ് MSY. ഓക്കെ.
അപ്പൊ ഈ BMSYയിലുള്ള ആൾക്കാർക്ക് നമ്മൾ മാക്സിമം അവരെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് അവരിൽ നിന്ന് എടുത്താലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ പോപ്പുലേഷന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ പോയ അത്രയും എമൗണ്ട് ഓഫ് ഫിഷ് ഹാർവെസ്റ്റ് ചെയ്ത് അത്രയും എമൗണ്ട് ഓഫ് ഫിഷിന് റിപ്ലനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഈ ഒരു സമയത്ത്, അതായത് ബയോമാസ് MSYയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ BMSYയിൽ ഇരിക്കുന്ന ഒരു പോപ്പുലേഷൻ നമ്മൾ അവരിൽ നിന്ന് മാക്സിമം നമ്മൾ എന്ത് ചെയ്തു, ഈൽഡിനെ അല്ലെങ്കിൽ മാക്സിമം ക്യാപ്ചറിങ് നമ്മൾ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഫിഷ് മോർട്ടൽ, അത് നമ്മൾ ക്യാപ്ചർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഫിഷ് മോർട്ടാലിറ്റി സംഭവിച്ചു എന്നാണ്. ഒരു പോപ്പുലേഷനിൽ കുറെ എമൗണ്ട് നഷ്ടമായി എന്നാണ് അർത്ഥം. അങ്ങനെ നഷ്ടമാകുന്ന ആ ഒരു മോർട്ടാലിറ്റി എന്ന് പറയുന്നത് എന്ത് കാരണമാണ്, ഈ ഫിഷിംഗ് കാരണമാണ് അല്ലേ. അപ്പൊ ആ ഒരു മോർട്ടാലിറ്റിയെ നമ്മൾ FMSY എന്ന് പറയും, അതായത് ഫിഷിംഗ് മോർട്ടാലിറ്റി. ഓക്കെ. FMSY എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ്, BMSYയിലുള്ള, അതായത് MSY സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോമാസ് ഓഫ് ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ മാക്സിമം സസ്റ്റൈനബിൾ ക്യാച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോൾ അവർക്ക് നടക്കുന്ന ആ ഒരു മോർട്ടാലിറ്റി, ആ മോർട്ടാലിറ്റി നമ്മൾ എന്ത് പറയും, FMSY എന്നാണ് പറയുന്നത്. ഇനി ഫിഷിന്റെ ഒരു പോപ്പുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണിക്കുന്നത് ഒരു ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ഓക്കെ. ആദ്യം എൻവയോൺമെന്റൽ കണ്ടീഷൻസ് വളരെ എന്താണ് അവരെ ഗ്രോത്തിനെ പതിയെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരുടെ ഗ്രോത്ത് എന്താണ്, പതിയെ ഇൻക്രീസ് ആവുന്നു. പിന്നെ ഒരു സഡൻ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു അല്ലെ, നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നു, ഗ്രോത്ത് കൂടുന്നു. അതായത് ടൈം കൂടുന്നതനുസരിച്ച് ഗ്രോത്ത് കൂടി ഒരു ഒരു ലിമിറ്റിലേക്ക് എത്തുന്നു. ആ ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വലിയൊരു എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് കാണില്ല. ഓക്കെ. അവരുടെ ഒരു ഒപ്റ്റിമം ഗ്രോത്ത് ലെവലിലേക്ക് എത്തി. ആ ഒരു എത്തുന്ന ഒപ്റ്റിമം ഗ്രോത്ത് ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ K എന്ന് പറയുന്നത് ആ ഒരു ഒപ്റ്റിമം ഗ്രോത്തിനെയാണ്. ഇതാ കണ്ടോ, ഇവിടെ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ആദ്യം വളരെ കുറവായിരുന്നു, പിന്നീട് പോപ്പുലേഷന്റെ ഗ്രോത്ത് കൂടി എന്ത് ചെയ്തു, ഒരു മാക്സിമം ലെവലിലേക്ക് എത്തി. പിന്നെ ഇതിന് മുകളിലേക്ക് അവര് പോപ്പുലേഷൻ അഥവാ ഇതിന് മുകളിലേക്ക് ക്യാരിയിങ് കപ്പാസിറ്റിയെ എക്സീഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്ത് ഏതിലേക്ക് തിരിച്ചു വരും, ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്ക് അറ്റൈൻ ചെയ്യാൻ നോക്കും. ഇനി ക്യാരിയിങ് കപ്പാസിറ്റിയെക്കാളും കുറവാണ്, അതായത് ഇവരുടെ പോപ്പുലേഷൻ ഇങ്ങനെയാണ് പോകുന്നത്, ലെസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവർ കൂടി ക്യാരിയിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യാൻ നോക്കും. അതാണ് നോർമലി എന്താണ് ലോജിസ്റ്റിക് കർവ് കാണിക്കുന്ന അല്ലെങ്കിൽ ലോജിസ്റ്റിക് മോഡൽ ഓഫ് ഗ്രോത്ത് കാണിക്കുന്ന പോപ്പുലേഷൻസിന്റെ ഒരു സ്വഭാവം അതാണ്. അതായത് ഇവർ ക്യാരിയിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഓർഗാനിസം, അതാണ് ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ N എന്ന് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ സൈസിനെയാണ്, ടൈം. ഓക്കെ. ഇനി ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് ക്യാരിയിങ് കപ്പാസിറ്റി എത്തുന്നതിന് മുന്നേ, അതായത് കറക്റ്റ് അതിന്റെ ഹാഫ് അറ്റൈൻ ചെയ്യുന്ന സമയം, അതായത് നമ്മൾ K/2 എന്ന് പറയുന്നത്, ആ ഒരു സമയത്തായിരിക്കും മാക്സിമം ഗ്രോത്ത് റേറ്റ് അല്ലെ. ഇവിടെ ഗ്രാഫ് കണ്ടാൽ അറിയാം, മാക്സിമം ഗ്രോത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ, മാക്സിമം ഗ്രോത്ത് റേറ്റ് നടക്കുന്നത് എവിടെയാണ്, ക്യാരിയിങ് കപ്പാസിറ്റി ഹാഫ് അറ്റൈൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ. അതായത് ക്യാരിയിങ് കപ്പാസിറ്റി എത്തിയില്ല, ഹാഫ് ഓഫ് ദ ക്യാരിയിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഇവർക്ക് മാക്സിമം ഗ്രോത്ത് ചേഞ്ച് ഉണ്ടാകുന്നത്. ദെൻ ഇവർ ക്യാരിയിങ് കപ്പാസിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്തുണ്ട് ചേഞ്ച് ഉണ്ടാകുന്നത്, അതായത് ഗ്രോത്ത് വളരെ ഇൻക്രീസ് ഒന്നും കാണില്ല അല്ലേ. അവര് ഒരു ഒപ്റ്റിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, പിന്നെ ഫർദർ ഇൻക്രീസ് ഒന്നുമില്ല. അപ്പം K/2 ഇവർക്ക് മാക്സിമം ഗ്രോത്തിന്റെ അല്ലെങ്കിൽ മാക്സിമം ഗ്രോത്ത് കാണുന്നത്, പോപ്പുലേഷൻ എന്റെ ഗ്രോത്ത് മാക്സിമം കാണുന്നത് ഒരു K/2. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇത് നമ്മുടെ ക്യാപ്ചറിങ് മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡിന്റെ തന്നെ വേറൊരു പിക്ടോറിയൽ റിപ്രസെന്റേഷൻ ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. അതായത് എഫേർട്ട് കൂടുന്നു, അപ്പോൾ എഫേർട്ട് കൂടുന്നു, അപ്പൊ എന്താണ്, ക്യാപ്ചറും കൂടി വരുന്നു അല്ലേ. എഫേർട്ട് കൂടുന്നു, ഈൽഡും കൂടി വരുന്നു, ആൻഡ് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തും അല്ലെ.
ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തി. ആ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഈൽഡ് കുറഞ്ഞാണ് വരുന്നത്, അല്ലെ? ഈൽഡ് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതേ ഗ്രാഫ് തന്നെയാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതാ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡിലാണ് മാക്സിമം ക്യാച്ച് നമുക്ക് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഈ MSY എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ലോജിസ്റ്റിക് ഇക്വേഷൻ അറിയാലോ. dN/dt =Rn × 1 - n/k. അതിൽ ഈ R എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഗ്രോത്ത് റേറ്റ് ആണ്. ഇനി R എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്, അതാണ് ഈ R എന്ന് പറയുന്നത്. ഇനി N എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷന്റെ ഇനിഷ്യൽ പോപ്പുലേഷൻ, N0, അല്ലെങ്കിൽ N എന്ന് പറയുന്നത് ഇനിഷ്യൽ പോപ്പുലേഷൻ ആണ്. ഇനി 1 - n/k, ഈ k എന്ന് പറയുന്നത് ക്യാരിങ് കപ്പാസിറ്റി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലോജിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. dN/dt Rn × 1 - n/k ആണ്. അപ്പൊ ഇവിടെ ഒരു -h കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ h എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഹാർവെസ്റ്റിംഗ് റേറ്റിനെ, അതായത് എത്ര ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് റിമൂവ് ചെയ്തത് എന്നുള്ളതാണ് ഈ h കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി h ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് നമ്മളൊരു കോൺസ്റ്റന്റ് റേറ്റിലാണ് ഇവിടുന്ന് ആൾക്കാരെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്തിന് ഈക്വൽ ആയിരിക്കും? പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് എന്തിന്? ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും നമുക്ക് പറയാം. അതായത് എത്രത്തോളം ആൾക്കാർ ഉണ്ടാക്കുന്നു, ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് റിമൂവ് ചെയ്യുന്നു, വീണ്ടും ആൾക്കാർക്ക് എന്ത് ചെയ്യാം? റിപ്ലനിഷ്, അതായത് പോയ എമൗണ്ടിന് റിപ്ലനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാവുന്നത് ഗ്രോത്ത് റേറ്റ് എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ടാകുന്നു അത്രയും തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ Rn × 1 - n/k എന്ന് പറയുന്ന വാല്യൂ, അതാണ് നമ്മുടെ എന്ത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ആ ഗ്രോത്ത് റേറ്റ് ഈ റിമൂവ് ചെയ്യുന്ന ഹെച്ചിന് ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടോ? ഇല്ല. പോപ്പുലേഷൻ ഈസ് നോട്ട് ഗ്രോയിങ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് എന്ത് ചെയ്യുന്നു? ഡിക്ലൈനിലേക്ക് പോവാണ് പോപ്പുലേഷൻ. ഓക്കെ, അതിന് അപ്പൊ അവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് ആണോ? അല്ല. ഓക്കെ, ഫിഷ് സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിനെ റിക്രൂട്ട് ബാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ എന്താണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതും അവരുടെ ഗ്രോത്ത് റേറ്റും ഒരേ എമൗണ്ട് ആണെങ്കിൽ എന്ത് പറ്റും? അവിടെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, പോപ്പുലേഷൻ ഡിക്ലൈനിലേക്ക് പോകും. ഇനി നമുക്കറിയാം ഈ കേരിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അതിന് താഴെ അല്ലെങ്കിൽ ആ ഒരു ക്യാരിങ് കപ്പാസിറ്റിയിലായിരിക്കും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സർപ്ലസ് ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ഈ MSY തന്നെയാണ് സർപ്ലസ് ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മാക്സിമം എന്താണ് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പോപ്പുലേഷൻ സൈസിന്റെ താഴെയായിരിക്കും. അതിന് എബോവ് പോവുകയാണെങ്കിൽ അത് സസ്റ്റൈനബിൾ അല്ല. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആണ് നമ്മൾ എന്ത് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതായത് നമ്മൾ MSYയെക്കാളും കൂടുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? പോപ്പുലേഷൻ എക്സ്റ്റിങ്ഷനിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. MSY നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് രണ്ട് മോഡൽസ്, അല്ലെങ്കിൽ അതെ, രണ്ട് മോഡൽസ് യൂസ് ചെയ്തിട്ടാണ്. ഇതൊക്കെയാണ് ഷേപ്പർ മോഡലും ഫോക്സ് മോഡലും. മോഡൽസ് കുറച്ച് ഗ്രാഫ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഗ്രാഫ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? MSY എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ രണ്ട് മോഡലാണ്, ഷേപ്പർ മോഡലും ഫോക്സ് മോഡൽ. ഇനി MSYയുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ്. അപ്പം വേറൊന്നുമില്ല, MSY എന്ന് പറയുന്നത് എന്താണ്? ബയോളജിക്കൽ റിന്യൂവബിൾ ആയിട്ടുള്ള ബയോളജിക്കൽ റിസോഴ്സസിനെ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മെറിറ്റ്. അതായത് ടു മച്ച് ആയിട്ടോ അല്ലെങ്കിൽ ടു ലെസ് ആയിട്ടോ ഉള്ള ഒരു ഹാർവെസ്റ്റിന്റെ മിഡിലിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഹാർവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ ഫിഷ് പോപ്പുലേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ലൈനിങ്ങിൽ നിന്ന് രക്ഷിക്കാം, അല്ലെങ്കിൽ അതൊരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ MSY എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡീമെറിറ്റ് പറയുന്നത് വെച്ചാൽ അത് തന്നെയാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? നമുക്ക് അറിയില്ല, എൻവയോൺമെന്റൽ കണ്ടീഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മാറുന്ന എൻവയോൺമെന്റൽ കണ്ടീഷനിൽ
നമുക്ക് പർട്ടിക്കുലർ ഇത്ര സ്റ്റോക്ക് തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്റ്റോക്ക് ഡിക്ലൈൻ ആവാം. ആ സമയത്ത് നമ്മൾ MSY എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യുന്നത് ഓവർ ഫിഷിംഗ് ആയിരിക്കും. അങ്ങനെ ഓവർ ഫിഷിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില ഡീമെറിറ്റ്സുകളും ഉണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന MEY, അത് നമുക്ക് കുറച്ചും കൂടെ എന്താണ് പ്രോഫിറ്റും കൂടെ എയിം ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ മാനേജ്മെന്റ് മാർക്ക്, അതായത് നമ്മുടെ സ്റ്റോക്ക് മാനേജ്മെന്റ് മാർക്കാണ് MSY നോക്കുന്നത്. പ്രോഫിറ്റിനെ പറ്റിയോ എഫേർട്ടിനെ പറ്റിയോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി MEY, അതായത് മാക്സിമം എക്കണോമിക് ഈൽഡിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? നമ്മുടെ പ്രോഫിറ്റ് എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കുക. ഓക്കെ, ശരിക്കും MSYയേക്കാളും നമ്മളെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറയുന്നത് എടുക്കുന്ന അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടല്ലോ, അതിനേക്കാളും കുറവായിരിക്കും മാക്സിമം എക്കണോമിക് ഈൽഡ് വഴി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഫിഷ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഫിഷിംഗ് എഫേർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും എഫേർട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഇത്രയും ക്യാച്ച് കിട്ടുന്നതിനേക്കാൾ എഫേർട്ട് കുറച്ച്, അതായത് എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വരുമല്ലോ, കോസ്റ്റ് വരും, ടൈം വരും. അപ്പൊ ഈ എഫേർട്ട് കുറച്ചുകൊണ്ട് മാക്സിമം നമുക്ക് ഈൽഡ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് നമ്മൾ എഫേർട്ട് ഒരുപാട്, അതായത് മാക്സിമം ഒപ്റ്റിമം എഫേർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, മാക്സിമം ക്യാച്ച് കിട്ടും. ഓക്കെ, അങ്ങനെ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ഒന്നും സംഭവിക്കുന്നില്ല. MEYയിൽ എങ്ങനെയാണ്? എഫേർട്ട് കുറയ്ക്കുന്നു. എഫേർട്ട് കുറയ്ക്കുമ്പോൾ എന്താണ്? നമ്മൾ എക്കണോമിക്കലി നമുക്ക് കുറച്ചും കൂടെ എന്താണ് കൂടുതൽ ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഈൽഡ് പക്ഷെ കുറച്ച് കുറവാണെങ്കിലും എക്കണോമിക്കലി MSYയേക്കാളും കുറച്ചുകൂടെ നല്ലത്, ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്? MEY. ഓക്കെ, അതായത് ഇവിടെ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ റവന്യൂ, നമുക്ക് എത്ര റവന്യൂ കിട്ടും എന്ന് പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രൈസ് ഇൻറ്റു ക്യാച്ച്, അതായത് നമ്മൾ ഒരു യൂണിറ്റ് ഫിഷിന് ഉള്ള പ്രൈസ് ഇൻറ്റു നമ്മൾ എത്ര ക്യാച്ച് ചെയ്യുന്നു, അതാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഫിഷിന് എത്ര കോസ്റ്റ് ആവുന്നു ഇൻറ്റു എഫേർട്ട്, നമ്മൾ എത്ര എഫേർട്ട് അവിടെ, എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഫിഷിംഗ് ഫ്ലീറ്റ്സ് സ്പെൻഡിങ്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എല്ലാം വരും ആ എഫേർട്ട്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ റവന്യൂവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ഈ ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു വാല്യൂ ആണ് നമ്മൾ റെന്റ് എന്ന് പറയുന്നത്. ഈ റെന്റ് എന്ന് പറയുന്നത് റവന്യൂ റെന്റ് എന്നും പറയും, സോറി റിസോഴ്സ് റെന്റ് എന്നും പറയും. ഈ റെന്റ് എന്ന് പറയുന്നതിന്റെ വാല്യൂ കൂടുതലാണ് എങ്കിൽ, ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കോസ്റ്റിനേക്കാൾ കൂടുതൽ റവന്യൂ കിട്ടുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്സിമം എക്കണോമിക് ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രോഫിറ്റ് ഒപ്റ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ആ ഒരു വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ് അർത്ഥം? MEYയിലാണ് നമ്മൾ അതായത് മാക്സിമം എക്കണോമിക് ഈൽഡാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ മാക്സിമം എക്കണോമിക് ഈൽഡ് നമുക്ക് കിട്ടുന്ന എഫേർട്ടിനെയാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം മിനിമം എഫേർട്ട് കൊടുത്ത് മാക്സിമം ഈൽഡ് ഉണ്ടാക്കുക, അതാണ് മാക്സിമം എക്കണോമിക് ഈൽഡ് വഴി ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ MSYയോട്ട് കമ്പയർ ചെയ്യുമ്പോൾ MEYയിൽ എന്തായിരിക്കും? ക്യാച്ച് കുറവായിരിക്കും. ഓക്കെ, പക്ഷെ പ്രോഫിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഇവിടെ എഫേർട്ട് കുറവാണ്, ഫിഷിംഗ് എഫേർട്ട് ഈസ് ലോവർ. ഓക്കെ, അത് മാത്രമല്ല MSYയിൽ നമ്മൾ ബാക്കി നിലനിർത്തുന്ന സ്റ്റോക്കിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? MEY വഴി നമ്മൾ നിലനിർത്തുന്നുണ്ട്. അതായത് MSYയിലേക്ക് എത്തുന്നില്ല, അതിന് തൊട്ട് മുന്നെയാണ് MEY എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ MEYയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഫിഷിന്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ സ്റ്റോക്ക് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? MSY കൺസർവ് ചെയ്യുന്നതിനേക്കാൾ എന്താണ് MEY വഴിയാണ് ഫിഷിന്റെ കൺസർവേഷൻ നടക്കുന്നത്. അതായത് കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? MEY ആണ്. മാക്സിമം എക്കണോമിക് ഈൽഡാണ് MSYയേക്കാളും ഫിഷിനെ എന്ത് ചെയ്യുന്നത്? കൺസർവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എക്കണോമി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? MEY എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതുവഴി കൺസർവേഷനും നടക്കുന്നുണ്ട്. അപ്പോൾ MSYയേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? MEY എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇതുവഴി നമുക്ക് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാം, എഫേർട്ടിനെ മിനിമൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ സസ്റ്റൈനബിൾ
ഫിഷറിയിൽ വരുന്ന ഒരു നമ്മൾ സസ്റ്റൈനബിൾ ഫിഷറി നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക ബൈ റെഡ്യൂസിങ് ദ എഫേർട്ട് ഉള്ളതാണ് അല്ലെ. അപ്പോൾ MSYയെക്കാളും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് MEY. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. എന്താണ് MSY നോക്കി, എന്താണ് MEY നോക്കി. അപ്പം ഇതില് MSY എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷനെ ഡിക്ലൈൻ ചെയ്യിപ്പിക്കാതെ മാക്സിമം എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നു. നമ്മളിവിടെ വേറൊന്നും നോക്കിയില്ല. എന്താണ്? പോപ്പുലേഷനെ കൺസേർവ്, ഫിഷ് പോപ്പുലേഷനെ കൺസേർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഫിഷിംഗ് എഫേർട്ടിന്റെ കാര്യം നോക്കിയില്ല. എന്നാൽ MEYയിൽ എങ്ങനെയാണ് നമ്മൾ നോക്കിയത്? എഫേർട്ട് മാക്സിമം കുറച്ചിട്ട് എങ്ങനെ മാക്സിമം yield നമുക്ക് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ MEYയിൽ നോക്കിയത്. അപ്പോൾ MEYയുടെ കേസിൽ MSYനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിഷിന്റെ ക്യാപ്ചർ കുറവായിരിക്കും, എഫേർട്ടും കുറവായിരിക്കും, പക്ഷെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ആൻഡ് നമ്മളെ സ്റ്റോക്കും എന്തായിരിക്കും? ഫിഷ് സ്റ്റോക്കും കൂടുതലായിരിക്കും. അപ്പൊ MEY is where more fish is conserved എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്, MSYയും MEY എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. ആൻഡ് ഇത് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന എന്നുള്ള കാര്യം, അതായത് MEY നമ്മൾ ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ്, റിസോഴ്സ് റെന്റ് എന്നൊക്കെ പറയുന്ന എന്താ ആ ടേംസ് ഒന്ന് പരിചയപ്പെടുക, അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അത്രയും മാത്രം കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.